ഒരു 5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ബീഫ് പെരളൻ ഉണ്ടാക്കാൻ പോവാ. ഇത് കഴിയൊന്ന് വൃത്തിയാക്കി എടുക്കാം. ഒരു വെള്ളം ഞാനൊന്ന് കഴിയതാണ്. ഇതൊരു 3 വെള്ളവും കൂടെ ഒന്ന് കഴുകിയെടുക്കണം. തീയൊന്ന് കത്തിക്കാൻ പോവാ. ഉരുളി വെക്കുക. ഉരുളി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിനകത്തോട്ട് ഇടുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു ചുവപ്പ് കളർ വരണം. തേങ്ങാക്കൊത്ത് ഒരുവിധം ചുവന്നിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി അരിഞ്ഞത്, ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി 2ആയിട്ട് കീറിയത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരുവിധം മുരിഞ്ഞിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 10 പച്ചമുളക് കീറിയത്, വലിയ പച്ചമുളകാണ് എടുത്തേക്കുന്നത്. സർവ്വസുഗന്ധിയുടെ ഒരു 4 ഇലയാണ്. നന്നായിട്ട് ചുവന്നിട്ടുണ്ട്. ഒരു ശകലം കറിവേപ്പില, ഒന്നര കിലോ സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു 3/4 കിലോ കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉള്ളി ഒരുവിധം വാടിക്കഴിയുമ്പോൾ പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കണം. ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 4 സ്പൂണ് മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. ഒരു 4 സ്പൂണ് മല്ലിപ്പൊടിയും കൂടെ. 5 കിലോ ഇറച്ചി ഉള്ളതുകൊണ്ടാണ് അത്രയും ചേർക്കുന്നത്. ഇതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പൊടി നന്നായിട്ടൊന്ന് മുരിഞ്ഞു കഴിഞ്ഞിട്ട് ഇറച്ചി ഇടത്തോളൂ. നന്നായിട്ട് മുളക് പൊടിയൊക്കെ മുരിഞ്ഞിട്ടുണ്ട്. മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇതിനകത്തോട്ട് ഇറച്ചി ഇടാൻ പോകും. കഴി വെച്ചേക്കുന്ന ഇറച്ചി ഇതിനകത്തോട്ട് ചേർക്കുക. നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കണം. മസാലയും എല്ലാം കൂടെ ഒന്ന് പിടിക്കാനാ. ഇതൊരു മീഡിയം തീക്കകത്ത് വെച്ച് അടച്ചു വെച്ച് വേവിക്കണം. ഇത് ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി, നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങും. ഒരു അരമണിക്കൂറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാൻ പോവാം. അടിപൊളിയായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായിട്ട് വരുന്നുണ്ട്. വെള്ളം ആ ഇറച്ചിയുടെ വെള്ളം തന്നെയാണിത്. ഇറച്ചിയുടെ വെള്ളം തന്നെ ഇറങ്ങിയതാണ്. ഈ വെള്ളം കൊണ്ട് വെന്തില്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഗരം മസാലപ്പൊടിയാണിത്. ഒരു 2 സ്പൂൺ ഇടാം. 1 സ്പൂണ് പെരിഞ്ജീരകപ്പൊടി. ഇതിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കാം. ഈ വെള്ളത്തിൽ തന്നെ വെന്തോളും. അടച്ചു വെച്ച് മീഡിയം തീക്കകത്ത് തന്നെ വേവിക്കാം. ഒരു 3/4 മണിക്കൂറായിട്ടുണ്ട്. ഇതൊന്ന് തുറന്നു നോക്കാൻ പോവാം. അടിപൊളി മണമൊക്കെയാണ്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഇതുണ്ടോ, നല്ലപോലെ വെന്ത് ഇറച്ചി. ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി, ഒരു 1.5 സ്പൂണ് പെരിഞ്ജീരകപ്പൊടിയാണ്, 1 സ്പൂണ് ഗരം മസാല, ശകലം കറിവേപ്പില. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കണം. ഒരു 10 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇറക്കി വെക്കാം. ഉള്ളി വറുക്കാനായിട്ട് ചട്ടി ഒന്ന് വെക്കുക. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. ശകലം കടുക് ഇടുക. കുറച്ച് കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്,
ഉള്ളി ഒരുവിധം വാടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇടുക, കുറച്ച് ഉണക്കമുളക്, ഇത് നമ്മുടെ കടുക് വറുത്തത് അതിനകത്തോട്ട് ഒഴിക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ച് കൊടുക്കുക. ചെറിയ തീക്കകത്താണ് ഇത് മിക്സ് ചെയ്യുന്നത്. ബീഫ് പെർലൻ റെഡി ആയിട്ടുണ്ട്. അടിപൊളി സാധനമാണ്. റെഡി ആയിട്ടുണ്ട്. തീ അങ്ങ് ഓഫ് ചെയ്യാൻ പോവാം. പൊറോട്ടയ്ക്കകത്തോട്ട് വിളമ്പാൻ പോവാണ്. അടിപൊളി സാധനം, നല്ല അടിപൊളി മണമൊക്കെ. ആ തേങ്ങാക്കൊത്തൊക്കെ നല്ലപോലെ മുരിഞ്ഞതിൻ്റെ നല്ല മണമാണ്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാം. പൊറോട്ടയും ബീഫ് പെർലനും കൂടെ ബീഫ് അടിപൊളിയായിട്ട് വന്നു കേട്ടോ. ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ചൂടുണ്ട്. ആ തേങ്ങാക്കൊത്തും ആ ബീഫും കൂടെ കഴിച്ചിട്ടുണ്ടോ? എന്താ ടേസ്റ്റ് ആണെന്നറിയാം. പോത്തിറച്ചിയെങ്കിൽ പോത്തിറച്ചി തന്നെ, അടിപൊളി പോത്തിറച്ചിയ. പോത്തിറച്ചിയുടെ അടിപൊളി ടേസ്റ്റാണ്. സൂപ്പർ വെള്ളമാണ്. വെള്ളം ഇത്ര ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റ് വേണ്ടു. രാജേ, എങ്ങനെയുണ്ട് സംഭവം? ഒന്നും പറയാനില്ല. ബീഫ് പെർളൻ അടിപൊളി. ഇത്രയും ടേസ്റ്റ് പ്രതീക്ഷിച്ചില്ല കേട്ടോ. നല്ല തേങ്ങാക്കൊത്തും ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ടല്ല, സൂപ്പർ ടേസ്റ്റാണ്. ക്രിസ്മസ് ആണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്ന് ലൈക്ക് ചെയ്യണമെന്ന് ഷെയർ ചെയ്യണം. സൂപ്പർ.